വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 17-ാം തീയതി 10-ാം മാസം ഒക്ടോബർ മാസം 2025 രാവിലെ 7:45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു സ്പീഡ് ബ്രേക്കർ പോലെയാണ് കാണുന്നത്, അതുപോലെ ആയിരിക്കും, റെസ്റ്റ് എടുക്കാനും ചാൻസ് ഉണ്ട്, സൈഡ് വേ ആയ ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇന്നലെ എത്ര പേര് ഈ ഓപ്ഷൻ ബയ്യിങ്ങിലുള്ളവർ ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞുകൂടാ. കുറേ സമയമെടുത്താണ് പയ്യെ. അപ്പോൾ സ്പീഡ് ബ്രേക്കർ കൊണ്ടെങ്കിലാണ് പതുക്കെ അല്ലേ വണ്ടി പോകത്തുള്ളൂ. പതുക്കെ സ്പീഡ് ബ്രേക്കർ ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ പോകത്തുള്ളൂ. അതേപോലെ ആയിരുന്നു ഇന്നലെ നിഫ്റ്റിയുടെ ഒരു യാത്ര. നിഫ്റ്റി 50-ക്കും നിഫ്റ്റി ഫ്യൂച്ചറിനുള്ള യാത്ര അതേപോലെ ആയിരുന്നു. ഇന്നലെ നമ്മളൊരു ലെവൽ വീഡിയോയിൽ കൊടുത്തിരുന്നു, അതായത് 25,520 എന്ന് പറഞ്ഞ മെയിൻ ലെവൽ ഒന്ന് കൊടുത്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അത് ആ ലെവൽ ഇതുണ്ടോ, ആ ലെവല് ഇതാണ്. 10.15 റിജക്റ്റ് ചെയ്തു. പിന്നെ 9.15 റിജക്റ്റ് ചെയ്തു. 9:45 റിജക്റ്റ് ചെയ്തു. 10 മണി, അതിന് ശേഷമാണ് 10 മണിക്ക് ശേഷമാണ് ഒരു ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ടുള്ള ഒരു യാത്ര. നിഫ്റ്റി ഫ്യൂച്ചർ അല്ലെങ്കിൽ നിഫ്റ്റി സ്പോട്ട് രണ്ടും കൂടെ സെയിം യാത്രയായിരുന്നു, ഒരേ രീതിയിലായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മുകളിലൊരു 10 പോയിൻ്റ് പ്രീമിയം ഓപ്ഷൻ്റെ പ്രീമിയം മുകളിലൊരു 10 പോയിൻ്റ് പോവും, വീണ്ടും ഒരു 6-7 പോയിൻ്റ് താഴോട്ട് ഇറങ്ങും, വീണ്ടും ഒരു 10 പോയിൻ്റ് പോവും, വീണ്ടും ഒരു 6-7 പോയിൻ്റ് താഴെ ഇറങ്ങും. ഇങ്ങനെയായിരുന്നു ഇന്നലെ അതിൻ്റെ യാത്ര. കാരണം സ്പീഡ് ബ്രേക്കർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, അതിന് തെറ്റൊന്നുമില്ല. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 92 രൂപയാണ്. ഇന്നലെ നമ്മൾ ലൈവ് മാർക്കറ്റ് ഒബ്സർവേഷനിൽ ഒരു 11:15 കൂടി ഒരു വിഷയം നമ്മൾ ഗ്രൂപ്പിലിട്ടിരുന്നു, ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. അതായത് പോയിൻ്റ് ഓഫ് കൺട്രോൾ ചേഞ്ചായി. 102 രൂപയല്ല, ഇന്നലെ 102 നമ്മൾ പറഞ്ഞിരുന്നത് പോയിൻ്റ് ഓഫ് കൺട്രോൾ. സോ 11:15 ഉച്ചയ്ക്ക് ഇന്നലെ ഒരു 11:15 നമ്മൾ പറഞ്ഞിരുന്നു പോയിൻ്റ് ഓഫ് കൺട്രോൾ ചേഞ്ചായി. 90 രൂപ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 90-95 രൂപ, 90 രൂപ അടുപ്പിച്ച്, 90 രൂപ എന്ന് പറഞ്ഞിട്ടിരുന്നു. 90 റുപ്പീസാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടിരുന്നു. ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ഇതുണ്ടോ, ഇതിനകത്ത് ഇത് 425 ഇത് വന്നിട്ട് 25,500ൻ്റെ കാളാണ് ഇടേ സൈഡിൽ. 25,500ൻ്റെ കാളാണ് ഇടേ സൈഡിലുള്ളത്. ആ 90 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഈ 90 രൂപ ബ്രേക്കൗട്ട് ചെയ്യാനായിട്ട് 12 മണിക്കാണ് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയത്. അതേപോലെ ഇവിടെ കണ്ടോ, ഈ 11 മണിക്ക് നമ്മൾ പറഞ്ഞെങ്കിലും ഇവിടെയും 12 മണിക്കാണ് 90 രൂപയ്ക്ക് താഴെ അതിൻ്റെ പി 25,500ൻ്റെ പി കറക്റ്റ് 12 മണിക്ക് അവിടെ നിന്ന് ഒരു ആ 90 രൂപയ്ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ 90 രൂപയുടെ ആൾമോസ്റ്റ് ഒരു അരമണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്ത് ഈ പ്രീമിയം 25,500 അവിടെ കൊടുക്കൽ വാങ്ങുകൾ നടന്നു. ആ റേറ്റിന് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തു. ആ റേറ്റിന് അങ്ങനെ 25,500 90 രൂപയ്ക്ക് മുകളിൽ നിന്നപ്പം യാത്ര മുകളിലോട്ട്, കാൾ ഓപ്ഷൻ മുകളിലോട്ട് പോവുകയും പുട്ട് ഓപ്ഷൻ താഴോട്ട് വരികയും ചെയ്തു. ഇതൊരു ചെറിയൊരു സാമ്പിളാണ് നമ്മളിത് കാണിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഏത് സ്ട്രൈക്കിലാണ് ഇത് ചേഞ്ച് ആകുന്നത്, ഇതൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒബ്സർവ് ചെയ്യണം. അങ്ങനെ റെഗുലറായിട്ട് ഒബ്സർവ് ചെയ്ത് നമുക്ക് പോയിൻ്റ് ഓഫ് കൺട്രോൾ എവിടെയാണ് ചേഞ്ച് ആകുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, പറയാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ റെഗുലറായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, പോയിൻ്റ് ഓഫ് കൺട്രോൾ ചേഞ്ച് ആകുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇന്നും പോയിൻ്റ് ഓഫ് കൺട്രോൾ 92 രൂപ അടുപ്പിച്ചാണ്. 92-93 രൂപയാണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 26,650 ശ്രദ്ധിച്ചോളൂ. 26,650 90 രൂപയിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോകും. 90 രൂപയിൽ കൂടുതൽ നിൽക്കണം. അപ്പം അതേ സ്ട്രൈക്ക് തന്നെ 90 രൂപയ്ക്ക് താഴെ പി നിൽക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ നോക്കുക. നിങ്ങളുടെ നല്ല എൻട്രികൾ കിട്ടട്ടെ. നമുക്ക് വേറൊരു കാര്യം ആലോചിക്കുക. തിങ്കളാഴ്ചയാണ് എക്സ്പയറി. കരുതൽ ചൊവ്വാഴ്ച നമുക്ക് അവധിയാണ്, മാർക്കറ്റ് അവധിയാണ്. നമ്മുടെ NSEയും BSEയൊക്കെ അവധിയാണ്. ട്രേഡിംഗ് ഇല്ല അന്ന് ചൊവ്വാഴ്ച അല്ല എക്സ്പയറി. നിഫ്റ്റിയുടെ എക്സ്പയറി വന്നിട്ട് തിങ്കളാഴ്ചയാണ്. അതും കൂടെ ഓർക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.